Hello children, let me continue the letter written by Jawaharlal Nehru. It's a beautiful birthday story. Where was Nehru while writing this letter? Yes, he was at a Naini prison. Children, this is an extended reading. Read this several times in order to develop the skill of your reading. Read just 5 times. Now I move to the next part of the story. Please listen. Bapuji is in prison, but the magic of his message has stolen the hearts of India's millions. Men and women and even little children come out of their little shells and become India's soldiers of freedom. In India today, we are making history, and you and I are fortunate to see this happening before our eyes and to take some part ourselves in this great drama. Bapuji is in prison, but the magic of his message has stolen the hearts of India's millions. മഹാത്മാഗാന്ധി നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും മഹോന്നത നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഉത്തേജിപ്പിച്ച് സ്വാതന്ത്ര്യ സമരത്തിന് അണിനിരത്തി. ഗാന്ധിജി പ്രിസണിലായിരുന്നു, ജയിലിലായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് ആവേശം പകർന്നു കൊടുത്തു. Bapuji is in prison, but the magic of his message has stolen the hearts of India's millions. Men and women and even little children come out of their little shells and become India's soldiers of freedom. ഗാന്ധിജിയുടെ വാക്കുകേട്ട് സ്ത്രീകളും പുരുഷന്മാരും കൊച്ചുകുട്ടികളടക്കം അവരുടെ വീട് വിട്ടിറങ്ങി സ്വാതന്ത്ര്യ സമരത്തിൽ അണിനിരന്നു. In India today we are making history, and you and I are fortunate to see this happening before our eyes and to take some part ourselves in this great drama. In India today we are making history. നമുക്കറിയാം, അന്നത്തെ സ്വാതന്ത്ര്യ സമരം ഇന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമരത്തിൻ്റെ ഒരു ഭാഗമാകാൻ ആർക്ക് സാധിച്ചു? യെസ്, ജവഹർലാൽ നെഹ്റുവിനും അതുപോലെ തന്നെ ഇന്ദിരയ്ക്കും സാധിച്ചു. അവർക്ക് നേരിട്ട് അതിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതാണ് നെഹ്റുവിടെ പറയുന്നത്. ഇൻ ഇന്ത്യ ടുഡേ വി ആർ മേക്കിംഗ് ഹിസ്റ്ററി, ആൻഡ് യു ആൻഡ് ഐ ആർ ഫോർച്ചുനേറ്റ്. വാട്ട് യു മീൻ ബൈ ഫോർച്ചുനേറ്റ്? ഫോർച്ചുനേറ്റ് മീൻസ് ലക്കി, ഭാഗ്യമുള്ളവരാണ്. Fortunate to see this happening before our eyes and to take some part ourselves in this great drama. ഈ മഹത്തായ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്നാണ് നെഹ്റു മകളോട് പറയുന്നത്. What part shall we play in it? വാട്ട് പാർട്ട് ഷാൾ വി പ്ലേ ഇൻ ഇറ്റ്? നമ്മളുടെ റോൾ എന്താണ്? നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? ഈ സ്വാതന്ത്ര്യ സമരത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ പങ്കെടുക്കാൻ സാധിക്കും? ഇഫ് വി ആർ ടു ബി ഇന്ത്യാസ് സോൾജേഴ്സ് വി ഹാവ് ടു റെസ്പെക്ട് ഇന്ത്യാസ് ഹോണർ, ആൻഡ് ദാറ്റ് ഹോണർ ഇസ് എ സീക്രട്ട് ട്രസ്റ്റ്. ഇഫ് വി ആർ ടു ബി ഇന്ത്യ സോൾജേഴ്സ്, നമ്മൾ ഇന്ത്യയുടെ പട്ടാളക്കാരാണെങ്കിൽ വി ഹാവ് ടു റെസ്പെക്റ്റ് ഇന്ത്യാസ് ഹോണർ, ഇന്ത്യയെ ബഹുമാനിക്കണം. ആൻഡ് ദാറ്റ് ഹോണർ ഈസ് സീക്രട്ട് ട്രസ്റ്റ്, പവിത്രമായ വിശ്വാസം. സീക്രട്ട് ട്രസ്റ്റ് മീൻസ് പവിത്രമായ വിശ്വാസം. ഇന്ത്യൻ ഭരണഘടനയിലും അതുപോലെ ഇന്ത്യൻ ജനാധിപത്യത്തിലുമുള്ള പവിത്രമായ വിശ്വാസം അതാണ്. ഇറ്റ് ഈസ് നോ ഈസി മാറ്റർ ടു ഡിസൈഡ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് നോട്ട്. One little test I shall ask you to apply whenever you are in doubt. It is no easy matter to decide what is right and what is not. എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് ശരി എന്ന് തീരുമാനിക്കുന്നത് ഒരു വലിയ കാര്യമാണ്.
ഒരു വലിയ ടാസ്ക്കാണ്, ഒരു വലിയ പ്രവർത്തനമാണ്. വൺ ലിറ്റിൽ ടെസ്റ്റ് ഐ ഷാൽ ആസ്ക് യു ടു അപ്ലൈ വെനെവർ യു ആർ ഇൻ ഡൗട്ട്. നെവർ ഡു എനിത്തിങ് ഇൻ സീക്രറ്റ് ഓർ എനിത്തിങ് ദാറ്റ് യു വുഡ് വിഷ് ടു ഹൈഡ്. For the desire to hide anything means that you are afraid. എന്താണ് പറയുന്നത്? നെഹ്റു മകളോട് പറയുകയാണ്, ഒരു ടെസ്റ്റ്, ഒരു പരീക്ഷണം കൊടുക്കുകയാണ്. എന്തെങ്കിലും നിനക്ക് പരീക്ഷണ ഘട്ടം വരുമ്പോൾ നീ ചെയ്യേണ്ട കാര്യം ഇതാണ്. എന്താണ് ചെയ്യേണ്ടത്? നെവർ ഡു എനിത്തിങ് ഇൻ സീക്രട്ട്. രഹസ്യമായി ഒന്നും ചെയ്യാൻ പാടില്ല. ഓർ എനിത്തിങ് ദാറ്റ് യു വുഡ് വിഷ് ടു ഹൈഡ്. ഒന്നും ഒളിച്ചു വെച്ച് ചെയ്യരുത്. എപ്പോഴാണ് നമ്മൾ രഹസ്യമായിട്ടും അതുപോലെ ഒളിഞ്ഞും പതുങ്ങിയും ഒക്കെ കാര്യങ്ങൾ ചെയ്യുക? തെറ്റ് ചെയ്യുമ്പോഴാണ് എല്ലാവരും രഹസ്യത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. സത്യസന്ധതയോടെ നേരായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആർക്കും ഒരു ഭയവും ഉണ്ടാവില്ല. ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യം വരില്ല. For the desire to hide anything means that you are afraid, and fear is a bad thing and unworthy of you. For the desire means wish, ആഗ്രഹം. For the desire to hide anything, hide ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഒളിച്ച് ചെയ്യുക, ഒളിപ്പിക്കുക. Hide anything means that you are afraid. എന്തെങ്കിലും തെറ്റ് ചെയ്താലാണ് നമ്മൾ ഒളിപ്പിച്ച് വയ്ക്കുക. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് അച്ഛനമ്മമാരിൽ നിന്നൊക്കെ ഒളിപ്പിച്ച് വയ്ക്കാൻ നമ്മൾ ശ്രമിക്കും, അല്ലേ? Fear is a bad thing and unworthy of you. പേടി, ഭയം, അത് ഒരു ചീത്ത കാര്യമാണ്. ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. വീണ്ടും മകളോട് നെഹ്റു പറയാണ്, ആൻഡ് അൺവർത്തി ഓഫ് യു. നിനക്കത് ഒട്ടും ഭൂഷണമല്ല. ഒരിക്കലും നീ പേടിക്കാൻ പാടില്ല. പേടിക്കാതിരിക്കണമെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം? സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്നും മറച്ചു വയ്ക്കാതെ, തെറ്റ് ചെയ്യാതെ ജീവിക്കണം. അതാണ് അച്ഛൻ മകൾക്ക് കൊടുക്കുന്ന ഉപദേശം. ബി ബ്രേവ് ആൻഡ് ഓൾ ദ റെസ്റ്റ് ഫോളോസ്. നല്ല ധൈര്യമായിരിക്കൂ, നല്ല ധൈര്യമുള്ള മകളായിട്ട് വളരൂ. യു നോ ദാറ്റ് ഇൻ അവർ ഗ്രേറ്റ് ഫ്രീഡം മൂവ്മെൻറ്റ് അണ്ടർ ബാപ്പുജീസ് ലീഡർഷിപ്പ് ദർ ഇസ് നോ റൂം ഫോർ സീക്രസി ഓർ ഹൈഡിങ്. വി ഹാവ് നത്തിങ് ടു ഹൈഡ്. വി ആർ നോട്ട് അഫ്രൈഡ് ഓഫ് വാട്ട് വി ഡു ഓർ വാട്ട് വി സേ. വി വർക്ക് ഇൻ ദ സൺ ആൻഡ് ഇൻ ദ ലൈറ്റ്. Even so, in our private lives, let us make friends with the sun and work in the light and do nothing secretly. And if you do so, my dear, you will grow up a child of the light, unafraid and serene and unruffled, whatever may happen. You know that in our great freedom movement, under Bapuji's leadership, there is no room for secrecy or hiding. What you mean by no room? That means no chance. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമുക്കൊന്നും മറച്ചു വയ്ക്കാനുണ്ടായിരുന്നില്ല. വി ഹാവ് നത്തിങ് ടു ഹൈഡ്. ഒന്നും ഒളിച്ചു വെച്ച് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. വി ആർ നോട്ട് അഫ്രൈഡ് ഓഫ് വാട്ട് വി ഡു ഓർ വാട്ട് വി സേ. എന്താണ് നമ്മൾ ചെയ്യുന്നത്, എന്താണ് നമ്മൾ പറയുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല. വി വർക്ക് ഇൻ ദ സൺ ആൻഡ് ഇൻ ദ ലൈറ്റ്. എന്താ അതിൻ്റെ അർത്ഥം? വി വർക്ക് ഇൻ ദ സൺ ആൻഡ് ദ ലൈറ്റ്. ദാറ്റ് മീൻസ് വി ഓൾ വർക്ക് ഹാർഡ് അറ്റ് ഡേ ആൻഡ് നൈറ്റ്. രാവും പകലും എല്ലാവരും കഠിനാധ്വാനം ചെയ്തു. We work in the sun and in the light. Even so, in our private lives, let us make friends with the sun and work in the light and do nothing secretly. നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോഴും നല്ല ചങ്ങാതിമാരെ തിരഞ്ഞെടുക്കുക. ചീത്ത കൂട്ടുകെട്ടിലൊന്നും പെടാതെ നല്ല ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കണം എന്നാണ് നെഹ്റു മകളോട് പറയുന്നത്. And if you do so, my dear, you will grow up a child of the light, unafraid and serene and unruffled, whatever may happen. നീ ഇതുപോലെ ചെയ്താൽ, ഇതുപോലെ വളർന്നു വന്നാൽ, my dear, you will grow up a child of the light. നല്ല ധൈര്യവതിയായി, strong, unruffled means
undisturbed. Serene means peaceful. Unafraid means strong. ഇങ്ങനെ നല്ല കുട്ടിയായി വളർന്നു വന്നാൽ ആരെയും പേടിക്കാതെ ശാന്തമായ മനസ്സോടുകൂടി യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ നിനക്ക് ജീവിച്ചു വരാൻ പറ്റും. I have written a very long letter to you, and yet there is so much I would like to tell you. ഞാൻ ഒരു വലിയ കത്ത് നിനക്ക് എഴുതി കഴിഞ്ഞു, എങ്കിലും എനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. How can a letter contain it? എനിക്ക് പറയാനുള്ളതൊക്കെ എങ്ങനെയാണ് ഒരു കത്തിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുക? Goodbye, little one, and may you grow up into a brave soldier in India's service. ഗുഡ് ബൈ പറയുകയാണ്, അച്ഛൻ മകളോട് ഗുഡ് ബൈ പറയുകയാണ്. എങ്ങനെയാണ് മകളെ അനുഗ്രഹിക്കുന്നത്? ആൻഡ് മേ യു ഗ്രോ അപ്പ് ഇൻ ടു എ ബ്രേവ് സോൾജിയർ ഇൻ ഇന്ത്യ സർവീസ്. ഇന്ത്യയുടെ ഒരു ധീര യോദ്ധാവായി, ധീര വനിതയായി നീ വളരണം. ഇന്ത്യക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി നീ വളരണം. വിത്ത് ഓൾ മൈ ലവ് ആൻഡ് ഗുഡ് വിഷസ്. എല്ലാ ആശംസകളോടെയും യുവർ ലവിങ് ഫാദർ ജവഹർലാൽ നെഹ്റു. ചിൽഡ്രൻ, this is such a beautiful letter written by Jawaharlal Nehru to his lovable daughter Indira. Please read this letter 5 times in order to develop your reading skill. Let's see in the next class. Thank you.